വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ 15 വർഷക്കാലമായി യാതൊരുവിധമായ വികസന പ്രവർത്തനങ്ങളും ഈ ഹരിപ്പാട് കാഴ്ചവെക്കുവാൻ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഹരിപ്പാട് മണ്ഡലത്തില് തീരദേശ മേഖല ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് തൃക്കുന്നപ്പുഴയും ആറാട്ടുപുഴയും. ആ തൃക്കുന്നപ്പുഴയിലെയും ആറാട്ടുപുഴയിലെയും പ്രധാന വിഷയമാണ് കടൽ ഭിത്തി. 100 കണക്കിന് വീടുകളാണ് ഓരോ കാലവർഷത്തിലും ഈ 2 പഞ്ചായത്തുകളിലായി വിവിധ ആളുകൾക്ക് നഷ്ടപ്പെടുന്നത്. ഈ 15 വർഷക്കാലം ഈ വിഷയം പരിഹരിക്കാതെ പ്രിയപ്പെട്ട എന്റെ തീരദേശവാസികളോട് ഞാൻ പറയുകയാണ്, ശ്രീമാൻ രമേശ് ചെന്നിത്തല നിങ്ങളുടെ മുമ്പിലേക്ക് ഓട്ടപ്പെത്തിച്ചു വരുമ്പോ നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കണം, ഈ 3 ടേണുകൾ കൊണ്ട് കഴിയാത്തത് ഈ 15 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാത്ത എന്ത് മാറ്റമാണ് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലയിൽ താങ്കൾക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് കുടിവെള്ള പ്രശ്നം. ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും കാർത്തികപ്പള്ളിയിലും ചെറുതലയിലും പള്ളിപ്പാട്ടുമൊക്കെ ആളുകൾ വർഷങ്ങളായി നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ ഈ നാട്ടിലെ MLAക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ല. ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ വീണ്ടും ഓട്ടഭ്യർത്ഥിക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, 15 വർഷക്കാലമായി പരിഹരിക്കാത്ത കുടിവെള്ള പ്രശ്നം എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും? ഇപ്പൊ അവര് മത്സരത്തിലാണ്. ഇപ്പോ മുഖ്യമന്ത്രി